അത്രത്തോളം തന്നെ പ്രധാനപ്പെട്ടതാണ് ഇന്ന് സൗദി വിദേശകാര്യ മന്ത്രിയുമായി നടത്തിയ കൂടിയാലോചനകൾ. ഖത്തർ പ്രധാനമന്ത്രിയുടെ ഫോണിൽ സംസാരിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന്റെ വിശദാംശങ്ങൾ എന്താണ് അബ്ബാസ്? തീർച്ചയായിട്ടും ഖത്തർ ഇക്കാര്യത്തിൽ ഈ സംഘർഷത്തുമായി ബന്ധപ്പെട്ട് ഖത്തർ ഇതുവരെ സ്വീകരിച്ചു വന്നിട്ടുള്ള ഒരു നിലപാട് എന്ന് പറയുന്നത് തങ്ങൾ ആക്രമിക്കപ്പെട്ടതുകൊണ്ട് ഈ മധ്യസ്ഥ ശ്രമങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ തങ്ങൾ നേരിട്ട് പങ്കെടുക്കുന്നില്ല എന്നുള്ളതായിരുന്നു. എന്നാൽ ഇസ്ലാമാബാദിൽ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകൾക്ക് തങ്ങൾ സമ്പൂർണ്ണ പിന്തുണ നൽകുന്നു. ഇതോടൊപ്പം തന്നെ ഇറാനുമായും അതുപോലെ US-ഉമായും തങ്ങൾ നിരന്തരം ഇക്കാര്യത്തിൽ ബന്ധപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഇതുവരെ ഖത്തർ അറിയിച്ചിരുന്നത്. ഖത്തർ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൽ നമ്മൾ പങ്കെടുക്കാറുണ്ട്. ഈ ഒരു സമയത്തെല്ലാം ഈ ഒരു ഖത്തറിൻ്റെ നിലപാട് ഇതാണ് എന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം വക്താവ് ഡോക്ടർ മാജിദ് അൽ അൻസാനി പല കുറി വ്യക്തമാക്കിയിരുന്നതാണ്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത്, ചെറുതെന്ന് പറയാൻ പറ്റില്ല, ഒരു വലിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം US സന്ദർശിച്ചിരുന്നു ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ജാസിം അൽ താനി. ഈ സമയത്ത് US വൈസ് പ്രസിഡന്റ് JD വാൻസുമായും അതുപോലെ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ അതുപോലെ തന്നെ പശ്ചിമേഷ്യയിലേക്കുള്ള US-ലെ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫുമായും അദ്ദേഹം ചർച്ച നടത്തിയിരുന്നു. പ്രധാനമായിട്ടും US-നും ഇറാനും ഇടയിലുള്ള വെടിനിർത്തൽ, അതുപോലെ തന്നെ പശ്ചിമേഷ്യയിലെ ഈ സംഘർഷങ്ങൾക്കുള്ള പരിഹാര ശ്രമങ്ങൾ, അതേപോലെ ഊർജ്ജ വിതരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഈ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഖത്തർ പ്രധാനമന്ത്രി US രാഷ്ട്രീയ നേതൃത്വവുമായി സംസാരിച്ചത്. ഈ അമേരിക്കയിൽ നിന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം, അമേരിക്കയിൽ നിന്ന് എത്തിയ ശേഷമാണ് 3 പ്രധാനപ്പെട്ട നേതാക്കളുമായി ഖത്തർ പ്രധാനമന്ത്രി ആശയവിനിമയം നടത്തുന്നത്. ഇതൊന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുമായിട്ടാണ്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫുമായി ബന്ധപ്പെട്ട് മധ്യസ്ഥതയുമായി ബന്ധപ്പെട്ട പുരോഗതി അദ്ദേഹം വിലയിരുത്തുന്നു. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. ഈ പശ്ചിമേഷ്യയിൽ സുസ്ഥിരമായ സമാധാനം പുനഃസ്ഥാപിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്യുന്നു. ഇതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ടത് ഇറാൻ വിദേശകാര്യമന്ത്രിയെ അദ്ദേഹം വിളിക്കുന്നു. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചിയുമായുള്ള കൂടിക്കാഴ്ചയിൽ നേരത്തെ തന്നെ ഇരുവരും തമ്മിൽ പലതവണ ഇക്കാര്യത്തിൽ ചർച്ച നടത്തിയതാണ്. മേഖലയിലെ വിഷയങ്ങൾക്കൊപ്പം ഹോർമുസ് കടലിടുക്കിനെ ഒരു രാഷ്ട്രീയ ആയുധമായി, ഒരു പൊളിറ്റിക്കൽ ടൂളായി ഉപയോഗിക്കരുത്, ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദ തന്ത്രമായി വിലപേശലിന് ഈ ഒരു കടലിടുക്കിനെ ഉപയോഗിക്കരുത് എന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നു. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളുടെ പുരോഗതി വിലയിരുത്തുന്നു. ഇതിൽ ഖത്തറിൻ്റെ വളരെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് ഹോർമുസ് കടലിടുക്ക് ഒരു സ്വാഭാവികമായ കടലാണ്. അതുകൊണ്ട് തന്നെ അതിനുമേൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിയന്ത്രണ അധികാരം ഏതെങ്കിലും കക്ഷിക്ക് വെച്ച് പുലർത്താനാകില്ല. അതിന് സ്വാഭാവികമായ കടലായി മനസ്സിലാക്കി UN ചാർട്ടർ പ്രകാരമുള്ള സ്വതന്ത്ര കപ്പൽ ഗതാഗതം അതുവഴി സാധ്യമാക്കണമെന്നുള്ളതാണ് ഖത്തറിൻ്റെ എല്ലാ കാലത്തെയും നിലപാടും. ഈ ഒരു സവിശേഷമായ സാഹചര്യത്തിൽ ഉരുത്തിരിഞ്ഞു വന്നതാണ്. ഏതായാലും ഈ കാര്യം ഖത്തർ പ്രധാനമന്ത്രി അബ്ബാസ് അറാഗ്ചി അറിയിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സൗദി വിദേശകാര്യമന്ത്രിയുമായിട്ട് സംസാരിക്കുന്നു. ഈ സൗദി വിദേശകാര്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് GCC ഏകോപനത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഈ മധ്യസ്ഥ ശ്രമങ്ങളുമായി ബന്ധപ്പെട്ട് എങ്ങനെ GCC രാഷ്ട്രങ്ങൾക്ക് കൂട്ടായ രീതിയിൽ മുമ്പോട്ട് പോകാം എന്നുള്ള കാര്യമാണ് അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത്. ഏതായാലും വളരെ നിർണായകമായ ഒരു ചൂടുവെപ്പാണ് ഇതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. കാരണം ഇതുവരെ ഖത്തർ ഒരു ബാക്ക് ടു ഓപ്പറേഷനിലാണ് ഉണ്ടായിരുന്നത്. ഖത്തർ ഇതിൻ്റെ ഒരു മധ്യസ്ഥതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മുൻനിരയിലേക്ക് വരുന്നു എന്നുള്ളതാണ് നമ്മൾ ഇതിൻ്റെ ഈ കൂടിക്കാഴ്ചകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വിനിഷ. യെസ്, അബ്ബാസ് മുഹമ്മദാണ് ദോഹയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത്.